മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ അറിയിച്ച തിരുവചനങ്ങളിൽ രണ്ട് സംഭവങ്ങളാണ് നാം ശ്രമിച്ചത്. ഈശോ ജെറീക്കോ പ്രദേശത്ത് കൂടി കടന്നു വന്നപ്പോൾ രണ്ടുപേരിൽ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി അവനെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന സംഭവമാണ് രണ്ട്. ഈശോ കടന്നു വരുമ്പോൾ വഴിയേറി ഈ ബർത്തിമേയുസ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് തന്റെ പക്കലുള്ളവരോട് ചോദിച്ചറിയുന്നുണ്ട്. ആളുകൾ അവനോട് പറഞ്ഞു, നസ്രായനായ ഈശോ ഇതാ കടന്നു വരുന്നു. ഈശോ കടന്നു വരുന്നത് കേട്ടപ്പോൾ അന്ധനായ ബർത്തിമേയുസ് വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഇതാണ് അവന്റെ അപേക്ഷ. ജനക്കൂട്ടം അവരോട് പറയുന്നു മിണ്ടാതിരിക്കാൻ. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെന്നാണ് വിശേഷങ്ങളിൽ കാണുന്നത്. അവർ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ അവിടെ നിന്നു അവരോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ബർത്തിമേയുസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അതാണ് അവന്റെ പ്രാർത്ഥന. ഇത് ബർത്തിമേയുസിന്റെ പ്രാർത്ഥനയാണ്. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. ഈശോ അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ. അവൻ കാഴ്ചയുള്ളവനായി മാറി. അവൻ മാത്രമല്ല, ജനക്കൂട്ടം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം സക്കേയൂസ് എന്ന മനുഷ്യനാണ്. ഈ സക്കേയൂസ് ദൈവത്തോടും ദൈവകാര്യങ്ങളോടൊന്നും വലിയ അടുപ്പം ഉണ്ടായിരുന്നവനല്ല. മറിച്ച് അവൻ ഒരു ലൗകികനായിരുന്നു. ലോകത്തിലെ കാര്യങ്ങളിൽ സമ്പത്തും സുഖസമൃദ്ധിയുമാണ് പ്രധാനമെന്ന് കരുതി അതിനുവേണ്ടി തന്റെ ജീവിതം ഏറെക്കുറെ പൂർണ്ണമായിട്ടും ദൈവത്തെ മറന്നു വിനിയോഗിച്ചവനായിരുന്നു സക്കേയൂസ്. ആ സക്കേയൂസ് ആഗ്രഹിക്കുന്നു ഈശോയെ കാണണം. ഇവിടെ രണ്ടുപേരും, ബർത്തിമേയുസും സക്കേയൂസും ആഗ്രഹിക്കുന്നത് ഒരേ കാര്യമാണ്. രണ്ടുപേരും പറയുന്നു, കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ കാണണമെന്നാണ്. സക്കേയൂസിനെ ഈശോ വിളിച്ചിറക്കി